നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ചാണ്ടി ഉമ്മന് പോലും ഇപ്പോൾ കോൺഗ്രസിൽ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാണെന്ന് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിലെ ഒരു MLA കൂടിയാണ്. എന്നാൽ ഒരു പരിപാടിക്കും ചാണ്ടി ഉമ്മനെ കേരളത്തിൽ ഒരിടത്തും ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് അടുപ്പിക്കുന്നില്ല. സഹികെട്ട് ചാണ്ടി ഉമ്മൻ പലരോടും പരാതി പറഞ്ഞു. KC വേണുഗോപാലിന്റെ അടുത്ത് വരെ പരാതിയുമായി എത്തി. എന്നാൽ നോ ഫലം. യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിൽ നിന്നും ചാണ്ടി ഉമ്മനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന പരാതിയാണ് അദ്ദേഹം നിരന്തരമായി ഉയർത്തുന്നത്. ഒഴിവാക്കി അപമാനിച്ച് ചാണ്ടി ഉമ്മനെ കോൺഗ്രസിൽ ഒന്നുമല്ലാതാക്കി തീർക്കാനുള്ള നീക്കമാണത്രേ ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് നടന്ന ഒരു യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് ചാണ്ടി ഉമ്മനെ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു. അവിടെ മാത്രമല്ല, മറ്റു പല പരിപാടികളിലും ചാണ്ടി ഉമ്മനെ വിളിക്കാറില്ല. പ്രശ്നം വിവാദമായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നൊക്കെ കോഴിക്കോട് DCC പ്രസിഡന്റ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷാഫിയും മാങ്കൂട്ടത്തിലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനെ യൂത്ത് കോൺഗ്രസിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്നും ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗ്രൂപ്പ് രൂപമെടുക്കുമെന്നും അത് തങ്ങളുടെ അടിവേരറക്കുമെന്നുമാണ് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും കരുതുന്നത്. ഷാഫി പറമ്പിലും രാഹുലും നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളുകളായിരുന്നു. ഷാഫി പറമ്പിലാകട്ടെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. നിയമസഭയിലൊക്കെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വീറോടെ പോരാടിയ ആൾ കൂടിയായിരുന്നു ഷാഫി പറമ്പിൽ. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പ് തന്നെ ഷാഫി അദ്ദേഹവുമായി അകന്നിരുന്നു. PD സതീശൻ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുണ്ടായ കോൺഗ്രസിലെ ചില തർക്കങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഷാഫി പറമ്പിൽ പരസ്യമായി ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാട് കൈക്കൊണ്ടിരുന്നു. ഇതേ തുടർന്നാണ് ഗ്രൂപ്പിൽ നിന്നും ഷാഫി പുറത്തു പോകുന്നതും അതിനുശേഷം ഷാഫിയുടെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിലും ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയി. അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടാണ് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. ഏതായാലും ഇപ്പോൾ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ചാണ്ടി ഉമ്മന്റെയും T സിദ്ദിഖിന്റെയും PC വിശ്വനാഥിന്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ ഗ്രൂപ്പ് രൂപമെടുക്കുകയാണ്, അല്ലെങ്കിൽ രൂപമെടുത്തു കഴിഞ്ഞു. ഇതുകൊണ്ടാണത്രേ ചാണ്ടി ഉമ്മനെ രാഹുലും ഷാഫിയും ഒരു പരിപാടിക്കും അടുപ്പിക്കാത്തത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഷാഫിയും രാഹുലും മാത്രം മതി എന്ന നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നതോടെ T സിദ്ദിഖ് അടക്കമുള്ള പഴയ ഉമ്മൻചാണ്ടി ഭക്തർ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഷാഫിയും രാഹുലും മാത്രമായി കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യം തീർന്നു പോകുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ബെന്നി ബെഹനാന്റെയും KC ജോസഫിന്റെയൊക്കെ അനുഗ്രഹാശിസുകളോടെ അവർ പുതിയ ഗ്രൂപ്പ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. ചാണ്ടി ഉമ്മനെ ഒരിടത്തും അടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഷാഫിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ചാണ്ടി ഉമ്മൻ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റായതിനു ശേഷം ഷാഫി പറമ്പിൽ KC വേണുഗോപാലിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന്റെ ആ പോസ്റ്റും കളഞ്ഞത്രേ. ഉമ്മൻചാണ്ടിയുടെ മകനോട് ഇത്രയേറെ വൈരാഗ്യത്തോടും വിരോധത്തോടും ഇവരെന്തിനാണ് പെരുമാറുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ഷാഫി പറമ്പിലിനെ MLA ആക്കിയതും ഈ കേരളത്തിലെ പ്രമുഖ നേതാവാക്കിയതുമെല്ലാം ഉമ്മൻചാണ്ടിയായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി മരണത്തോട് അടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഷാഫി പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് കോൺഗ്രസിലെ വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണത്രേ. ചാണ്ടി ഉമ്മനെ ഗ്രൂപ്പിലല്ല, കോൺഗ്രസിൽ പോലും ഇനി നിലയുറപ്പിക്കാൻ, കാലുറപ്പിക്കാൻ തങ്ങൾ അവസരം നൽകില്ല എന്ന വാശിയോടെയാണത്രേ ഷാഫി പറമ്പിൽ മുന്നോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ട് ഷാഫിയെ ഇനി ഗ്രൂപ്പിൽ അടുപ്പിക്കണ്ട എന്ന് ചാണ്ടി ഉമ്മനും PC വിശ്വനാഥും T സിദ്ദിഖും എല്ലാം ചേർന്ന് തീരുമാനിച്ചിരുന്നു. ബെന്നി ബെഹനാന്റെയും KC ജോസഫിന്റെയും അനുഗ്രഹാശിസുകളും അതിലുണ്ടായിരുന്നു. അതാണത്രേ ഷാഫിക്ക് വൈരാഗ്യം കൂടാൻ കാരണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിൽ ചാണ്ടി ഉമ്മന് നിലനിൽക്കാനുള്ള ഒരു അവസരവും കൊടുക്കില്ല എന്ന് ഷാഫിയും രാഹുലും ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കെ
AICC നേതൃത്വം ഇടപെട്ട് അല്ലെങ്കിൽ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ ഇടപെട്ട് ചാണ്ടി ഉമ്മന്റെ പരാതികൾക്കും വിഷമങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന നിലപാടിലാണ് സീനിയർ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും. അവർ അത് KC വേണുഗോപാൽ അടക്കമുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ചാണ്ടി ഉമ്മനെ, ഉമ്മൻചാണ്ടിയുടെ മകനെ, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനെ ഇങ്ങനെ വേട്ടയാടാനുള്ള, ഒതുക്കാനുള്ള ഈ നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ കടുത്ത രോഷത്തിലാണെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്.